ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാ എന്ന തെലുങ്ക് മൂവിയാണ്. വൈകുന്നേരം 3 മണിക്ക് ശേഷം ഇരുട്ട് വീഴുന്ന ഒരു ഗ്രാമം. അവിടെ ഒരുപാട് പെൺകുട്ടികളെ കാണാതാകുന്നു. ഇതിന്റെയൊക്കെ പിന്നിലെ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ 3 മാസ്ക് ധരിച്ച ആൾക്കാരെയാണ് കാണിക്കുന്നത്. ഒരു ടേബിളിന്റെ അടുത്തായിട്ട് അവർ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. അതിലൊരാൾ ഇവരുടെ ബോസാണ്. ആ മാസ്ക്ഡ് മാൻ മറ്റു 2 പേരോട് പറയുന്നുണ്ട്, ഈ ലെറ്ററിൽ പേരെഴുതിയിരിക്കുന്ന 2 പേരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എവിടേക്ക് കൊണ്ടുവരണം. അതിലൊരു പേര് അഭിനയ വാസുദേവ് എന്നും രണ്ടാമത്തേത് രാധ എന്നുമായിരുന്നു. ഈ വാസുദേവാണ് നമ്മുടെ മൂവിയിലെ നായകൻ. ആ മാസ്ക്ഡ് മാന്റെ ആൾക്കാർ അവിടെ എത്തുമ്പോഴേക്കും വാസുദേവ് ആകട്ടെ അടി കൊണ്ട് കിടക്കുകയായിരുന്നു. അവനെ പിടിച്ചുകൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്കാണ് രാധ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവരാകട്ടെ ആ 2 പേരെയും അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. വാസുദേവിന് ബോധം വരുമ്പോൾ അവൻ അടച്ചിട്ടൊരു മുറിയിലാണ്. ഒരു ടേബിളും കസേരയും അവിടെ ഉണ്ട്. ടേബിളിന്റെ പുറത്ത് എന്തോ ഒരു യന്ത്രം ഇരിക്കുന്നു. താൻ എവിടെയാ എന്തായി സംഭവിക്കുന്നത് ഒന്നും തന്നെ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ മുറിയുടെ മുകളിലെ ചെറിയൊരു ഹോളിൽ നിന്നുമാണ് വെളിച്ചം വരുന്നത്. മാത്രമല്ല പുറത്തു നിന്നും ഗ്രാമഫോണിൽ പാട്ട് കേൾക്കുന്ന ഒച്ചയുമുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ആ മാസ്ക്ഡ് മാൻ അവിടേക്ക് വരുന്നു. അയാളെ കണ്ട ഉടനെ വാസുദേവ് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ആ കസേരയിൽ തന്നെ ബന്ധിതനായിരുന്നു. നിങ്ങൾ ആരാ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി മാത്രം പറഞ്ഞാൽ മതി. വാസുദേവിന് സ്വന്തം പേരോ സ്വന്തം ഊരോ ഒന്നും തന്നെ ഓർമ്മയില്ല. അവൻ ആരാണെന്ന് പോലും അവൻ അറിയില്ല. മാസ്ക്ഡ് മാൻ പറയുന്നുണ്ട്, ഇവിടെ നടക്കാൻ പോകുന്നത് നിന്റെ ഒരു ഇന്ററോഗേഷൻ ആണ്. നിനക്ക് നീ ആരാണെന്ന് ഓർമ്മയില്ലെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ ഇരിക്കുന്ന യന്ത്രത്തിലേക്ക് നീ നോക്കിയാൽ മതി. ഇത് ഹിപ്നോട്ടിസം ചെയ്യാനുള്ള യന്ത്രമാണ്. ഇതിന്റെ സഹായത്തോടു കൂടി നീ ആരാണെന്നുള്ള കാര്യങ്ങൾ നീ തന്നെ മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും വിടാനാണ് അവൻ പറയുന്നത്. പക്ഷെ അയാൾ ചോദിക്കുന്നത് എന്തായിരുന്നു, 1977 ഏപ്രിൽ 27-ന് ആബിദ് ഷേഖിന്റെ പേരിൽ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ നീ പൊട്ടിച്ചു വായിച്ചു, അതിലെന്തായിരുന്നു എന്ന്. അയാളത് ചോദിച്ചതും ആ യന്ത്രം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അതിലേക്ക് നോക്കിയ വാസുദേവ് ഹിപ്നോട്ടിസത്തിന് വിധേയനാവുകയും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ പറയുകയും ചെയ്യുന്നു. അവൻ ആ സമയത്ത് ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു. ആബിദ് ഷേഖ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ വന്ന ലെറ്റർ അവൻ അയാളുടെ വീട്ടിൽ കൊടുക്കാതെ സ്വന്തം വീട്ടിൽ കൊണ്ടിരുന്ന് വായിച്ചു നോക്കുകയാണ്. എന്നാൽ അതിൽ എഴുതിയിരുന്നത് ഉറുദു ഭാഷയിലായിരുന്നു. അത് കാരണം അവൻ ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ മാസ്ക്മാനോട് അവൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി, നീ വെറുതെ നിന്റെ ബ്രെയിൻ സ്ട്രെസ് ചെയ്യണ്ട. നമുക്ക് നീ ആരാണെന്നും നിന്റെ പൂർവ്വകാലം എന്താണെന്നും എന്തിനാണ് ഈ മറ്റുള്ളവരുടെ കത്തുകൾ വായിക്കുന്നതെന്നും കണ്ടുപിടിക്കാം. പിന്നീട് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വാസുദേവ് ഒരു അനാഥനായിരുന്നു. ഒരു ഓർഫനേജിലാണ് അവൻ വളർന്നതെല്ലാം തന്നെ. തന്റെ അമ്മയും അച്ഛനും ആരാണെന്നറിയാനുള്ള അതിയായ ആഗ്രഹം അവനുണ്ടായിരുന്നു. എല്ലാ കുട്ടികളിൽ നിന്നും ഒഴിഞ്ഞുമാറി എപ്പോഴും അമ്മയും അച്ഛനെയും പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന അവനാകട്ടെ ഒരു ദിവസം ആ ഓർഫനേജിലേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്ന കാണുന്നു. ഓർഫനേജിന്റെ നടത്തിപ്പുകാരന് കത്ത് കൊടുക്കാൻ വന്നതായിരുന്നു അയാൾ. അയാളുടെ സൈക്കിളിൽ നിന്നും വീണ ഒരു കത്ത് നമ്മുടെ വാസുദേവന് കിട്ടുന്നു. അവനത് വായിച്ചു നോക്കുമ്പോൾ ഒരമ്മ മകൻ എഴുതിയ കത്തായിരുന്നു അത്. ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൻ ആ കത്തുകളിലൂടെ മനസ്സിലായി. തന്നെ അതുപോലെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ആശ്രയിച്ചിരുന്നത് കത്തുകളെ തന്നെയായിരുന്നു. പലപ്പോഴും അവൻ മറ്റുള്ളവരുടെ കത്തുകൾ മോഷ്ടിച്ചെടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഈ ഓർഫനേജിന്റെ നടത്തിപ്പുകാരനായ ഗുരുനാഥൻ ഒരു കത്ത് വരുന്നുണ്ട്. അയാളുടെ മകൾക്ക് എന്തോ വലിയൊരു അസുഖമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേഷന്റെ തുക സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അയാള്. അതിനെപ്പറ്റിയായിരുന്നു അയാളുടെ ഭാര്യ അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കാശും അയാളാകട്ടെ തന്റെ മേശയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. കുറേശ്ശെ കൂട്ടിവെച്ചിട്ട് വേണം മകളുടെ ചികിത്സ നടത്താൻ. ആ സമയം വാസുദേവ് വന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറയുമോ എന്ന്. അയാൾ തിരിച്ചു പറയുന്നു, നിനക്ക് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല മോനെ എന്ന്. എന്നാൽ അവൻ ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അമ്മയില്ലാതെ ഒരു കുട്ടിയും ജനിക്കില്ല. എനിക്ക് എന്റെ അമ്മ ആരാണെന്ന് അറിയണം. നിനക്ക് ആരുമില്ലാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞ് അവനെ അവിടെ നിന്ന് അയാൾ ഓടിക്കുന്നു. പിറ്റേന്ന് വാസുദേവ് വീണ്ടും അയാളുടെ റൂമിലേക്ക് വന്നിട്ട് അയാൾ കാണാതെ അയാൾക്ക് വന്ന ആ കത്തെടുത്ത് വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അയാൾ ബാക്കിലേക്ക് വന്നിട്ട് അവനെ വഴക്ക് പറയുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇട്ടിട്ട് പോയത്. ഈ ഓർഫനേജ് കൂടി ഇല്ലായിരുന്നെങ്കിൽ നീ നാട്ടിൽ കിടന്ന് പിച്ചെടുത്ത് ജീവിക്കേണ്ടി വന്നേനെ. അയാളുടെ ആ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ ദേഷ്യത്തിലും വിഷമത്തിലും അവനാകട്ടെ അയാളുടെ മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന കാശു എടുത്തുകൊണ്ട് അവിടെ നിന്ന് നാടുപെടുകയാണ്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ആ മാസ്ക് മാൻ വാസുദേവനോട് പറയുന്നുണ്ട്, നീ ആ ചെയ്തത് വളരെ തെറ്റാണെന്ന്. കാരണം അയാളുടെ മകൾക്ക് ക്യാൻസർ ആയിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന കാശാണത്. നീ ആ കാശും കൊണ്ട് പോയത് കാരണം അയാളുടെ മകൾക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയി. ഇത് കേട്ടതും വാസുദേവ് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, എനിക്കൊരിക്കലും ഒരാളുടെ മരണത്തിന് കാരണക്കാരനാവാൻ കഴിയില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും ആ റൂമിലേക്ക് മുകളിലത്തെ ഹോള് വഴി വെളിച്ചം വരാൻ തുടങ്ങി. അപ്പോഴേക്കും ആ മാസ്ക്മാനും സഹായികളും അവിടെ നിന്നും പോയി. കുറച്ചു കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും ഒരു സൗണ്ട് കേട്ടിട്ട് വാസുദേവ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അത് രാധയുടെ സൗണ്ട് ആയിരുന്നു. അവളും ആകെ അവശനിലയിൽ കിടപ്പാണ്. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്ക് വാസുദേവന്റെ കണ്ണടഞ്ഞു പോയി. അവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു ഡോക്ടറും നഴ്സും ചേർന്നിട്ട് അവനെ പരിശോധിക്കുന്നതാണ്. നിങ്ങളൊക്കെ ആരാണെന്ന് അവൻ ചോദിച്ചപ്പോഴേക്കും വീണ്ടും അവന്റെ കണ്ണടഞ്ഞു പോയി. അവൻ ശരിക്കും ക്ഷീണിതനായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഗുരുനാഥനെയും അയാളുടെ മകളെയുമായിരുന്നു. അയാൾക്കിപ്പോൾ നല്ലപോലെ പ്രായമായിരിക്കുന്നു. മകളാകട്ടെ ഗർഭിണിയും. ഇപ്പോൾ നമ്മളുടെ മനസ്സിലൊരു ഡൗട്ട് തോന്നും, അയാളുടെ മകൾ മരിച്ചു എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഈ പെൺകുട്ടി ആരാണെന്ന്. അതൊക്കെ വഴിയെ നമുക്ക് മനസ്സിലാകും. ഇവിടെ മാസ്ക് ധരിച്ച ആള് വീണ്ടും വന്നപ്പോൾ വാസുദേവ് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇവിടെ വന്ന ആ ഡോക്ടറും നഴ്സും ഒക്കെ ആരാണെന്ന്. എന്നാൽ അയാൾ അവനോട് ചൂടാകുന്നു, ഇങ്ങോട്ട് നീ ഒരു ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് മാത്രമേ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ. ആ ഓർഫനേജിൽ നിന്നും ഒളിച്ചോടിയ ശേഷം നിന്റെ ജീവിതം പിന്നെ എങ്ങനെയായിരുന്നു എന്ന് അയാൾ ചോദിക്കുന്നു. ആ സമയം വീണ്ടും മെഷീൻ കറങ്ങാൻ തുടങ്ങി. കഥ വീണ്ടും
പിന്നീട് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ വാസുദേവാകട്ടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. എന്നാലും മറ്റുള്ളവരുടെ കത്തുകൾ എടുത്തു വായിക്കുന്ന അവന്റെ ശീലം മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വലുതായി കഴിഞ്ഞപ്പോൾ അവനൊരു പോസ്റ്റ്മാന്റെ ജോലി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. സുഗു എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മാൻ അവൻ ആ ജോലി നൽകാമെന്നും വാഗ്ദാനം കൊടുക്കുന്നു. അങ്ങനെ അവൻ കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തി. അവന്റെ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ആൾക്കാരെയും അവിടുത്തെ അന്തരീക്ഷവും എല്ലാം തന്നെ കണ്ടപ്പോൾ അവൻ ആ ഗ്രാമം ഒരുപാട് ഇഷ്ടമായി. നാല് വശവും പർവ്വതങ്ങളാലും മലനിരകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വൈകുന്നേരം 3 മണിയായി കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് വീഴും. കാരണം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോഴേക്കും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ വെളിച്ചം ആ ഗ്രാമത്തിലേക്ക് വരില്ലായിരുന്നു. അതുകൊണ്ടാണ് മറ്റു നാടുകളെ അപേക്ഷിച്ച് അവിടെ നേരത്തെ തന്നെ ഇരുട്ട് വീഴുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതേ മുറയിൽ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഗ്രാമഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവനൊരു പെൺകുട്ടിയെ കാണുകയും അവളുടെ കണ്ണുകൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് അതിരാവിലെ ആകട്ടെ ഒരു പെൺകുട്ടി അമ്പലത്തിലേക്ക് പൂജയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഇരുട്ടുമൂടിയ വഴിയിലൂടെ അവൾ നടന്നു പോയതും ആരൊക്കെയോ വേഷം മാറി വന്ന് അവളെ തട്ടിക്കൊണ്ടു പോവുകയാണ്. പിറ്റേന്ന് രാവിലെ വാസുദേവ് ആ ഗ്രാമത്തിലുള്ള ഒരു കടക്കാരനോട് ഈ ഗ്രാമത്തെ പറ്റി എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. 3 മണിക്ക് ഇവിടെ ഇരുട്ടാകുന്നതിന്റെ പിന്നിലെ കാര്യങ്ങളെല്ലാം അയാൾ അവനോട് പറയുന്നു. അതിനുശേഷം ആ ഗ്രാമത്തിൽ തന്നെ അവൻ താമസിക്കാൻ വേണ്ടി ഒരു ചെറിയ വീട് സെറ്റാക്കി. എന്നിട്ട് ഫ്രഷ് ആയ ശേഷം നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു തന്റെ ജോലിയെ പറ്റി സംസാരിക്കാൻ. അവിടെ പോസ്റ്റ് ഓഫീസും അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു വീടും ഉണ്ടായിരുന്നു. അത് അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററിന്റെ തന്നെ വീടാണ്. അവൻ തന്റെ കയ്യിലെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വെച്ച് നോക്കുന്നു. 10ാം ക്ലാസ് വരെ അവൻ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് വലിയ വിദ്യാഭ്യാസം തന്നെയായിരുന്നു. പോസ്റ്റ് മാസ്റ്ററിന്റെ വീട്ടിലാകട്ടെ അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അയാളുടെ മകളായിരുന്നു അത്. സത്യഭാമ എന്നാണ് അവളുടെ പേര്. നേരത്തെ അവൻ കണ്ട അതേ പെൺകുട്ടി തന്നെ. ആ സമയത്ത് അവിടേക്ക് അവന് ജോലി കൊടുക്കാന്ന് പറഞ്ഞ സുബ്ബു വരുന്നു. എത്രയും പെട്ടെന്ന് എന്റെ ജോലിയുടെ കാര്യം ശരിയാക്കാൻ പറഞ്ഞിട്ട് അവൻ സുബ്ബുവിനോട് സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പോസ്റ്റ് മാസ്റ്ററിനെ കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോസ്റ്റ്മാനായിട്ട് ജോലി കൊടുക്കാൻ പറ്റില്ല, അതിന് എക്സാം ഒക്കെ എഴുതി പാസ്സാകണം. ആ പോസ്റ്റ് മാസ്റ്ററിന്റെ പേര് രംഗറാവു എന്നായിരുന്നു. അവൻ രംഗറാവിനോട് ഒരുപാട് കെഞ്ചുന്നു. എന്നെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കത്തുകളും ഞാൻ കറക്റ്റ് സമയത്ത് അതിന്റേതായ സ്ഥാനത്തെത്തിക്കും. അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ അവസാനം സമ്മതിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ തൽക്കാലം ടെമ്പററി ആയിട്ട് വെക്കാം, പെർമനന്റ് ആക്കണമെങ്കിൽ നീ എക്സാം എഴുതണം. പിന്നീട് അവൻ ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കാൻ ആരംഭിച്ചു. എല്ലാ വീട്ടിലും കറക്റ്റ് സമയത്ത് കത്തുകൾ എത്തിച്ചു. ആ കൂട്ടത്തിൽ തന്നെ പലർക്കും കത്തുകൾ വായിക്കാൻ അറിയാത്തവർക്ക് അവൻ കത്തുകൾ വായിച്ചു കൊടുത്തു. അതിനിടയിൽ തന്നെ അവൻ സത്യയെ ഇംപ്രസ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കിടയിൽ പതിയെ പതിയെ കണക്ഷൻ വരാൻ തുടങ്ങി. അതിനിടയിൽ അവനോട് സുബു പറയുന്നുണ്ട് 629 എന്നുള്ള നമ്പറുള്ള വീട്ടിലാകട്ടെ ലാല എന്ന് പറയുന്ന വലിയൊരു റൗഡിയാണ് താമസിക്കുന്നത്. ഒരു കാരണവശാലും അവന്റെ ഒന്നും അടുത്ത് പോയി പെട്ടുപോകരുതെന്ന്. ആ നാട്ടിൽ അവൻ വന്നപ്പോൾ മുതൽ ലാല എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ട് പലരും പേടിക്കുന്നത് അവൻ കാണുന്നതാണ്. അങ്ങനെ ഒരു ദിവസം അവനാകട്ടെ ആൾക്കാർക്ക് കത്ത് കൊടുക്കുന്നതിടയിൽ ഒരു കത്ത് പൊട്ടിച്ചു വായിച്ചു നോക്കുന്നു. അതൊരു പെൺകുട്ടി എഴുതിയ കത്തായിരുന്നു. താൻ തന്റെ ഭർത്താവിന്റെ വീട്ടില് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്നും തന്റെ അമ്മായേച്ചനാണ് ഏറ്റവും കൂടുതൽ തന്നെ ടോർച്ചർ ചെയ്യുന്നതുമാണ് ആ പെൺകുട്ടി എഴുതിയിരുന്നത്. ഇത് കണ്ട് സങ്കടം തോന്നിയ വാസുദേവാകട്ടെ അവളുടെ ആ അമ്മായേച്ചന് ഒരു കത്തെഴുതുന്നു. നീ നിന്റെ മരുമകളെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നവരല്ല ഞാൻ അറിഞ്ഞു. ഇനി മേലാൽ അങ്ങനെ എന്തെങ്കിലും ആവർത്തിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ലാലയാണ് എന്നുള്ള രീതിയിലാണ് അവൻ ആ കത്തെഴുതുന്നത്. ലാല എന്ന് പറയുന്ന പേര് ആൾക്കാർക്കെല്ലാം പേടിയായത് കാരണം ആ അമ്മായച്ചൻ ഈ കത്ത് വായിച്ചതും ആകെ പേടിച്ചു. എന്നിട്ട് സ്വന്തം മരുമകളെ വിളിച്ചിട്ട് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ നാട്ടിലെ പല ആൾക്കാരെയും അവനിങ്ങനെ കത്തുകൾ വായിക്കുന്നതിലൂടെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അവൻ കത്തുമായിട്ട് ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ പലരും കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അവൻ മനസ്സിലാക്കുന്നത് ഈ ഗ്രാമത്തിൽ നിന്നും അടുത്തിടെയായിട്ട് ഒരുപാട് പെൺകുട്ടികളെ കാണാതാകുന്നുണ്ടെന്ന്. ഇതിന്റെ പിന്നിൽ ആരാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ഒരു ദിവസം വാസുദേവും പോസ്റ്റ് മാസ്റ്ററും അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ആബിദ് ഷെയ്ഖ് എന്ന് പറയുന്ന ആള് വരുന്നു. അയാള് കൽക്കട്ടയിലേക്ക് ഒരു ലെറ്റർ അയക്കാൻ വന്നതായിരുന്നു. ആ നാട്ടില് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു അയാള്. അതുകൊണ്ട് തന്നെ അയാളെ എല്ലാവർക്കും ബഹുമാനമാണ്. അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ ഗ്രാമത്തിൽ വലിയൊരു മേള നടക്കുന്നു. വാസുദേവും സത്യഭാമയും എല്ലാവരും ആ മേളയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുവഴി നടന്നു പോകുന്നതിനിടയ്ക്ക് വാസുദേവ് അറിയാതെ രാധയുടെ ദേഹത്തിടിക്കുന്നു. അവൻ സോറിയും പറഞ്ഞിട്ടാണ് പോകുന്നത്. മേള ഇനിയും ഒരുപാട് നേരമുണ്ട്. സത്യയാകട്ടെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുക, അച്ഛൻ വരുന്നില്ലേ എന്ന്. അയാൾക്ക് അപ്പൊ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാളാകട്ടെ സത്യയെ വാസുദേവിന്റെ കൂടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഇവളെ ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ടാക്കണം. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പതിയെ പതിയെ രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്രണയം ഉടലെടുക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയ്ക്ക് മദ്യപിച്ച് സൈക്കിളിൽ വന്ന രണ്ടുപേര് വാസുദേവന്റെ ദേഹത്ത് വന്നിടിക്കുന്നു. എന്നാൽ പോലും അവൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവർ മദ്യത്തിന്റെ ലഹരിയിൽ അവനെ കുറെ ചീത്തയൊക്കെ വിളിക്കുന്നു. ദേഷ്യം വന്ന അവനാകട്ടെ അവർ രണ്ടുപേരെ അടിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് വന്ന സുബ്ബു പറയുന്നുണ്ട് നീ എന്തിനാ അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയത്? അവരാ ലാലയുടെ ആൾക്കാരാ, ഇത് വലിയ പ്രശ്നമാകും. ആരുടെ ആൾക്കാരാണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, അവരാണ് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വഴക്കിന് വന്നത്. വീണ്ടും കഥ പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ആ മാസ്ക് ധരിച്ച ആളാകട്ടെ അവനോട് പറയുന്നുണ്ട് നീ ഇതുവരെയുള്ള ഫ്ലാഷ് ബാക്ക് എല്ലാം തന്നെ ഓർത്തെടുത്തല്ലോ, ഒരു കാര്യം ചെയ്യാം, അതിൽ നീ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഈ ഭിത്തിയിൽ ഞാൻ എഴുതാം. അങ്ങനെ അയാൾ ആ പേരുകളെല്ലാം ആ ഭിത്തിയിൽ എഴുതി. എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അയാൾ പോയതും അവനാകട്ടെ തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന രാധയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. രാധയുടെ റൂമിലും വാസുദേവന്റെ റൂമിലും ഉള്ളതുപോലെയുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതേ മെഷീനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ മാസ്ക് ധരിച്ച ആളാകട്ടെ രാധയോടും ഇവൻ
അവനോട് വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാറുണ്ട്. വാസുദേവ് വിചാരിക്കുന്നുണ്ട് മിക്കവാറും ആ ലാല തന്നെയായിരിക്കും തന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന് ടോർച്ചർ ചെയ്യുന്നതെന്ന്. അങ്ങനെ രാധയും വാസുദേവും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് രാധ തന്റെ കഥ അവനോട് പറയുന്നു. രാധയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി. അവൾക്ക് 2 സഹോദരന്മാരുണ്ട്. ഒരു സ്കൂളിലെ ടീച്ചറായിട്ടായിരുന്നു രാധ ജോലി ചെയ്തിരുന്നത്. 2 സഹോദരന്മാരെ കൊണ്ടും അവൾക്ക് ഒരു ഉപയോഗവും ഇല്ല. അവരെപ്പോഴും മദ്യപിച്ച് നടക്കും. അന്ന് മേള കാണാൻ പോയ രാധയെ അവിടെ വെച്ച് 2 പേര് ശല്യം ചെയ്യുന്നു. അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്ന വഴിക്കാണ് അവളുടെ പിറകെ കൂടിയത്. വാസുദേവും സത്യം നടന്നു പോകുന്ന വഴിക്ക് മദ്യപാനികളായ 2 പേരോട്ട് വഴക്കുണ്ടാക്കിയില്ലേ, അവരാകട്ടെ രാധയെ പിന്തുടർന്ന് വന്നതായിരുന്നു. അവൾ ഒരുപാട് വിഷമത്തോടെ വീട്ടിലെത്തിയെങ്കിലും തന്റെ സഹോദരന്മാരോട് അത് പറയാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുകയായിരുന്നു അവർ. രാധ ജോലിക്ക് പോകുന്ന വഴിക്കെല്ലാം തന്നെ ആരോ രഹസ്യമായിട്ട് അവളുടെ ഫോട്ടോ എടുക്കുന്ന കാണിക്കുന്നു. അവൾ ആബിദ് ഷെയ്ഖിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം മോളെ എന്ന്. മാത്രമല്ല നാട്ടിൽ പെൺകുട്ടികളെ കാണാതാകുന്നതിനെ പറ്റി നിങ്ങളുടെ ഹയർ ഓഫീസേഴ്സിന്റെ അടുത്തും നിങ്ങൾ സംസാരിക്കണം. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അതെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന് ആബിദ് ഷെയ്ഖ് അവളോട് പറയുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ആ മാസ്ക് ധരിച്ച ആളാകട്ടെ വീണ്ടും വന്ന് വാസുദേവനോട് സംസാരിക്കുകയും അവന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. ഒരു ദിവസം വാസുദേവന്റെ കൂടെ ഉണ്ടായിരുന്ന സുബ്ബു ആകട്ടെ ഒരു കത്ത് കൊണ്ട് ഒരു പഴയ വീട്ടിലിടാൻ പോകുന്നു. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ആ കത്തും കൊണ്ട് വന്ന് വാസുദേവന്റെ അടുത്ത് ഇതിനെ പറ്റിയെല്ലാം പറയുന്നു. ഈ കത്ത് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്, ഞാൻ ഒന്നുകൂടെ കൊണ്ടുപോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാസുദേവ് ആ കത്തും വാങ്ങിപ്പോയി. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാരണം അവൻ ആ കത്ത് ഒരിടത്തിരുന്ന് പൊട്ടിച്ചു വായിക്കുന്നു. എന്നാൽ ആ ലെറ്ററിൽ ഒരേ ഒരു ലൈൻ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഈസ്റ്റ് സ്ട്രീറ്റിലെ 4ാമത്തെ വീടെന്ന്. ഈ കത്തെടുക്കാൻ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്ന് അവന് തോന്നുന്നു. അതുകൊണ്ട് വീണ്ടും ആ കത്ത് ഏത് അഡ്രസ്സിലേക്കാണോ വന്നത് അവൻ ആ വീടിന്റെ അടുത്ത് തന്നെ കൊണ്ടിടുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ആരെങ്കിലും കത്തെടുക്കാൻ വരുന്നുണ്ടോ എന്ന്. എന്നാൽ രാത്രി വരെ വെയിറ്റ് ചെയ്തിട്ടും ആരും തന്നെ വന്നില്ല. അവസാനം ഗ്രാമത്തിലൊരു വയസ്സായ ആളോട് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഈസ്റ്റ് സ്ട്രീറ്റിലെ 4ാമത്തെ വീട് ഏതാണെന്ന് അന്വേഷിക്കുന്നു. അയാൾ അവന് വഴിയും പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവൻ ചെല്ലുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ വീട് അവന്റെ ആ പോസ്റ്റ് ഓഫീസ് തന്നെയായിരുന്നു. പോസ്റ്റ് മാസ്റ്ററിന്റെ വീട് ആ പോസ്റ്റ് ഓഫീസുമായിട്ട് ചേർന്ന് തന്നെയാണല്ലോ നിൽക്കുന്നത്. അവൻ അങ്ങനെ ഷോക്കായിട്ട് അവിടെ നിൽക്കുമ്പോഴാകട്ടെ അവിടെ ഇരുന്ന സത്യയുടെ കൈ നോക്കി ഒരു സ്ത്രീ ആകട്ടെ ബലം പറയുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ലൈഫിൽ ഒരു നല്ല പയ്യനുണ്ട്, നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ അതിൽ ഒരുപാട് കടമകൾ കടക്കണം, ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ പോയി നീ രാവിലെ പൂജ ചെയ്താൽ മതി. ഇതെല്ലാം കേട്ട് വാസുദേവന് തോന്നുന്നുണ്ട് സത്യ അങ്ങനെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിൽ ആരാണെന്ന് ഒന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. താനാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് രാവിലെ അവൾ അമ്പലത്തിൽ പോകുന്ന വഴിയിൽ അവളെ ഫോളോ ചെയ്തു പോകാൻ അവനും തീരുമാനിക്കുന്നു. വാസുദേവ് പ്രതീക്ഷ പോലെ തന്നെ സത്യാകട്ടെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ പേരാണ് അമ്പലത്തിൽ വെച്ച് പറയുന്നത്. അത് കേട്ടതും അവൻ ഒരുപാട് സന്തോഷമായി. അവൻ തിരിഞ്ഞിരുന്ന് തന്റെ നായയോടും പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സത്യ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. വാസുദേവന്റെ നായയാകട്ടെ മണം പിടിച്ച് സത്യയെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ പിറകെ പോകുന്നു. അങ്ങനെ വാസുദേവ് അവരോടെല്ലാം തന്നെ ഫൈറ്റ് ചെയ്ത് സത്യയെ രക്ഷിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൾ അവളുടെ പ്രണയവും തുറന്നു പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാമെന്ന് വാസുദേവ് പറഞ്ഞെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ രാവിലെ എന്തിനാ എവിടേക്ക് വന്നതെന്നുള്ള കാര്യമെല്ലാം പറയേണ്ടി വരും. അങ്ങനെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയും. അച്ഛൻ ഒരുപാട് നാണക്കേട് ഉണ്ടാക്കും. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ വേണ്ട. ഗ്രാമത്തിൽ നിന്ന് പെൺകുട്ടികളെ ഇങ്ങനെ കാണാതാകുന്നതിന് പിന്നിൽ ആ കൈനോട്ടക്കാരിയാണോ എന്ന് വാസുദേവന് ഡൗട്ട് തോന്നുന്നു. അവര് പറഞ്ഞ പ്രകാരമല്ലേ സത്യ ഇവിടേക്ക് വന്നതും അവളെ കുറച്ച് പേർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെ അവൻ അവിടുത്തെ പോലീസ് മേധാവിക്ക് ഒരു ഊമക്കത്ത് എഴുതുന്നു. പെൺകുട്ടികളെ കാണാതാകുന്നതിന്റെ പിന്നിൽ ആ കൈനോട്ടക്കാരിയാണെന്നും അവരെ ചോദ്യം ചെയ്യണമെന്നും. എന്നാൽ പിറ്റേന്ന് സുബ്ബു വന്നവനോട് പറയുന്നുണ്ട് പോലീസുകാർ ഈ പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ച് ആ കൈനോട്ടക്കാരുടെ അടുത്ത് പോയിരുന്നുവെന്ന്. അവരെ പിടിച്ച് ചോദ്യം ചെയ്തെങ്കിലും അവർക്കൊന്നും അറിയില്ല എന്ന് അവര് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ആ ലാലയാണെന്നാണ്. അയാളായിരിക്കും മിക്കവാറും ഈ പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയത്താണ് വാസുദേവ് ശ്രദ്ധിക്കുന്നത് ലാലയ്ക്ക് ഒരു കത്ത് വന്നിരിക്കുന്നു. അവനത് ലാലയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കുകയാണ്. ആ കത്തിലാകട്ടെ ലാലയും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഡീലിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. അതിലൊരു പാസ്കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. നാളെ പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണെങ്കിൽ ഈ പാസ്കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കയ്യിൽ തരാമെന്നും. വാസുദേവന്റെ ഐഡിയ തോന്നിയിട്ട് അവൻ അതുപോലെ തന്നെ ആ കത്ത് പകർത്തി എഴുതുന്നു. എന്നാൽ അതിൽ സമയം മാത്രം മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ആ കത്ത് ലാലയുടെ വീട്ടിൽ കൊണ്ടിടുകയും ചെയ്തു. പക്ഷെ അതിൽ സമയം വേറെയാണല്ലോ. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്തുന്നത് വാസുദേവ് ആയിരുന്നു. അങ്ങനെ അവൻ വെയിറ്റ് ചെയ്ത് നിന്ന സ്ഥലത്തേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. മുഖം മറിച്ചാണ് അവൻ നിന്നിരുന്നത്. അവര് വന്ന് പാസ്കോഡ് ചോദിച്ചു. അവൻ പറഞ്ഞതും അവരൊരു ബാഗ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. അവര് പോയതും അവനത് തുറന്നു നോക്കിയതും ആ ബാഗിൽ ഒരുപാട് പണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടുവന്ന് അവൻ തന്റെ വീട്ടിൽ വെച്ചു. ഈ പൈസ അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. കഥ പ്രസന്റിലേക്ക് വരികയാണ്. ആ മാസ്ക് മാൻ പറയുന്നുണ്ട് നീ ചെയ്ത ആ തെറ്റ് കാരണം ഒരു പാവം മരിച്ചുവെന്ന്. യഥാർത്ഥത്തിൽ വാസുദേവ് പോകേണ്ടടുത്ത് മറ്റൊരാളായിരുന്നു പണം വാങ്ങാൻ പോകേണ്ടിയിരുന്നത്. എന്നാൽ പണമില്ലാതെ അവൻ തിരിച്ചു വരികയും ആ ഡീലർ പണം കൊടുത്തു എന്ന് പറയുകയും ചെയ്തതോടുകൂടി ലാല തെറ്റിദ്ധരിക്കുന്നു ആ പയ്യനാകട്ടെ പണം മോഷ്ടിച്ചുവെന്ന്. അങ്ങനെ നീ കാരണമാണ് ആ പാവം മരിച്ചത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ മാസ്ക് മാൻ അവിടെ നിന്നും പോയി. അയാൾ പോയതും അവൻ രാധയോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഇവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, എന്താ ഇവരുടെയൊക്കെ ഉദ്ദേശം,
എങ്ങനെ രക്ഷപ്പെടുമെന്നും അറിയില്ല. രാധ പറയുന്നുണ്ട്, നിന്റെ റൂമിന്റെ മുകളിലും ചെറിയൊരു ഹോള് കാണുന്നില്ലേ, നീ ആ ഹോളിലൂടെ പുറത്തെന്താ നടക്കുന്നതെന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ വാസുദേവ് ജമ്പ് ചെയ്ത് ആ ഹോളിലൂടെ പുറത്തെന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. പുറത്തുനിന്ന് ആളെ കണ്ടവൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് ഗുരുനാഥായിരുന്നു, ആ ഓർഫനേജിന്റെ നടത്തിപ്പുകാരൻ. ഇത് ഇയാളുടെ വീടാണോ, ഇയാളെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ ആലോചിക്കുന്നു. പിറ്റേന്ന് വീണ്ടും ആ മാസ്ക് മാൻ വന്നപ്പോ അവനാകട്ടെ ഇത്തവണ പറയുന്നുണ്ട്, നീയെങ്കിലും സത്യങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഒന്നിനും ഉത്തരം പറയില്ല. അവൻ ഇനി സഹകരിക്കില്ലെന്ന് മനസ്സിലായതോടുകൂടി ആ മാസ്ക് മാൻ ആകട്ടെ അയാളുടെ മാസ്ക് മാറ്റുന്നു. ശരിക്കും വാസുദേവ് ഞെട്ടിപ്പോയി. അത് അവൻ തന്നെയായിരുന്നു, അവന്റെ ഫേസ് തന്നെയായിരുന്നു അയാൾക്ക്. ഇതെന്താ ഇങ്ങനെയെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട്, അതൊന്നും നീ ഇങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയില്ല. പക്ഷേ നീ നിന്റെ കൈകൊണ്ട് ഒരാളെ കൊന്നിരിക്കുന്നു, നീ എന്തിനാ കൊലപാതകം ചെയ്തു എന്ന് എനിക്കറിയണം. ഇത് കേട്ട് വാസുദേവ് ഞെട്ടി. അവൻ പറയുന്നു, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനും അറിയില്ല. നിന്റെ അടുത്തിന് വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ, മര്യാദയ്ക്ക് പറയുന്നതാ നല്ലത്. എന്നാൽ അവൻ ഒന്നും മിണ്ടാൻ കൂട്ടാക്കിയില്ല. അത് കാരണം ആ മാസ്ക് മാൻ അവിടെ നിന്നും പോയി. സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഗുരുനാഥൻ തന്റെ ഗർഭിണിയായ മകളുമായിട്ട് ഒരു STD ബൂത്തിലേക്ക് വരുന്നതാണ്. അയാളുടെ മകളുടെ ഹസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവർ രണ്ടുപേരും ഫോണിലൂടെ സംസാരിക്കുന്നു. എനിക്ക് പേടിയാകുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ അയാളുടെ മകള് ഹസ്ബൻഡിനോട് പറയുകയാണ്. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്ത് രണ്ടുപേര് വന്ന് അയാളോട് സംസാരിക്കുന്നു. മാസ്റ്റർജി, ഞങ്ങൾ നിങ്ങളുടെ അനാഥാലയത്തിലാണ് വളർന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിലാണ് മനസ്സിലാകുന്നത് ഗുരുനാഥന്റെ മകള് മരിച്ചുപോയി എന്ന്. അന്ന് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ആ പെൺകുട്ടിക്ക് പകരമായിട്ട് അയാൾ മറ്റൊരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തിയിരിക്കുന്നു. അതാണിപ്പോൾ അയാളുടെ മകളായിട്ട് അയാളുടെ കൂടെയുള്ളത്. മാസ്ക് മാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. വാസുദേവ് ആ പണവും മോഷ്ടിച്ചുകൊണ്ട് പോയത് കാരണമാണ് ആ കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചുപോയത്. ഇപ്പോൾ ഇയാൾ ദത്തെടുത്ത് വളർത്തുന്ന ഈ പെൺകുട്ടിയുടെ പേര് ജാനകി എന്നാണ്. പിറ്റേന്ന് വീണ്ടും ആ ബോസ് ആകട്ടെ വാസുദേവനെ കാണാൻ വരുന്നു. അവസാനം വാസുദേവ് പറയുന്നുണ്ട്, ശരി, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ ശ്രമിച്ചോ, അത് കഴിയുമ്പോൾ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേക്കണം. അങ്ങനെ വീണ്ടും അവിടെ ഇരുന്ന ആ യന്ത്രം കറങ്ങാൻ തുടങ്ങി. ഫ്ലാഷ് ബാക്കിലേക്ക് കഥ പോവുകയാണ്. ഒരു ദിവസം വാസുദേവിന് ഫ്രം അഡ്രസ് ഇല്ലാത്ത ഒരു കത്ത് കിട്ടുന്നുണ്ട്. അവൻ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു നോക്കുമ്പോൾ കോടതിക്ക് പുറത്തേക്ക് വരുന്ന ഒരാളെ കൊല്ലുന്നതിനെ പറ്റിയായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഇത് കണ്ടതും വാസുദേവ് ഞെട്ടി. എങ്ങനെയെങ്കിലും അയാളെ രക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൻ ആ കത്ത് വന്ന അഡ്രസ്സിലേക്ക് കത്ത് കൊണ്ടു കൊടുക്കുന്നു. അത് രാധയുടെ വീടായിരുന്നു. രാധയുടെ സഹോദരന്റെ കയ്യിലേക്കാണ് ആ കത്ത് അവൻ എത്തിക്കുന്നത്. ഇവര് കൊല്ലാൻ തീരുമാനിച്ച ആളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കത്തിൽ പറഞ്ഞ തീയതിയിൽ വാസുദേവ് കോർട്ടിലേക്ക് എത്തുന്നു. കോർട്ടിന് പുറത്താകട്ടെ രാധയുടെ 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. കോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരാളെ രാധയുടെ 2 സഹോദരന്മാരും ചേർന്നിട്ട് ആക്രമിക്കുന്നു. എന്നാൽ അവരവനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ വാസുദേവ് അയാളെ രക്ഷിക്കുന്നു. ഇവനീ പറയുന്ന കഥകളെല്ലാം തന്നെ അപ്പുറത്തെ റൂമിലിരുന്ന് രാധയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടതും രാധ ഒരുപാട് സങ്കടത്തോടെ കരയാൻ തുടങ്ങി. അവൾ എന്തിനാ കരയുന്നതെന്ന് വാസുദേവ് ചിന്തിക്കുന്നുണ്ട്. ആ മാസ്ക് മാൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അത് അവളോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. വാസുദേവ് അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ അവൾ ഒരു കഥ പറയുന്നു. കുറച്ചു നാള് മുമ്പ് നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ കാണാതാകുന്നതിന് എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ ഗുരുജിയുടെ അടുത്തെത്തിയിരുന്നു. ഇത് ദേവിയുടെ ശാപം കൊണ്ടാണെന്നും എല്ലാ വീട്ടിലും ഓരോ പെൺകുട്ടികൾ ഉണ്ടായ സ്ഥിതിക്ക് എല്ലാവരും ചേർന്നിട്ട് ദേവിക്ക് ഒരു പൂജ നടത്തണമെന്നും അത് വലിയ ആഘോഷമാക്കണമെന്നൊക്കെ ആ സ്വാമി പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ആ അമ്പലത്തിലെ ഉത്സവം കൊണ്ടാടുകയും അവിടെ വലിയ പൂജയെല്ലാം നടത്തുകയും ചെയ്തു. എന്നാൽ ആ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ അവിടെ വെച്ചൊരാളാകട്ടെ രാധയെ ശല്യം ചെയ്യുന്നു. ദേഷ്യം വന്ന രാധ അയാൾക്കിട്ടൊരു അടിയും കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ അവളോട് പക തോന്നിയ അയാളാകട്ടെ തന്റെ ആൾക്കാരെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് ചെന്ന് മദ്യപിച്ച് ബോധം കെട്ട് കിടന്ന അവളുടെ സഹോദരനെ പിടിച്ചു കെട്ടിയ ശേഷം ക്രൂരമായി അവളെ റേപ്പ് ചെയ്യുന്നു. ആ വ്യക്തിയാണ് കോടതിയിൽ നിന്നും നമ്മുടെ വാസുദേവ് രക്ഷിച്ചിരിക്കുന്നത്. സ്വന്തം സഹോദരിയെ റേപ്പ് ചെയ്ത അയാളെ കൊല്ലാനായിരുന്നു അവളുടെ സഹോദരന്മാർ കോടതി വളപ്പിലേക്ക് വന്നത് തന്നെ. ഈ സത്യം മനസ്സിലാക്കിയതും വാസുദേവിന് ആകെ ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അവനെപ്പോലൊരു ദുഷ്ടനെയാണല്ലോ വാസുദേവ് രക്ഷിച്ചെടുത്തത്. പക്ഷെ ആ സമയത്ത് അവിടെ ഇരുന്ന ആ യന്ത്രം വീണ്ടും കറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് പോവുകയാണ്. അയാളെ രക്ഷിച്ചുകൊണ്ടുപോയ വാസുദേവ് ആകട്ടെ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവന്മാര് നിങ്ങളെ കൊല്ലാൻ വന്നതെന്ന്. അവരുടെ സഹോദരിയെ ഞാൻ റേപ്പ് ചെയ്തുവെന്നും ആ ദേഷ്യത്തിലാ കൊല്ലാൻ വന്നതെന്നും അയാൾ അവനോട് തുറന്നു പറഞ്ഞു. എന്തായാലും നീ എന്നെ രക്ഷിച്ചത് നന്നായി. എന്നാൽ ഇത് കേട്ടതും വാസുദേവ് അതിക്രൂരമായി അയാളെ കൊന്നു കളയുകയാണ്. ഇതാണ് നേരത്തെ ആ മാസ്ക് മാൻ പറഞ്ഞത് അവൻ ഒരാളെ കൊന്നുവെന്ന്. എന്നാൽ ഇതെല്ലാം കേട്ടതും വാസുദേവിന് വീണ്ടും മനസ്സിന് സമാധാനം തോന്നാൻ തുടങ്ങി. കാരണം അവൻ മരിക്കേണ്ടവൻ തന്നെയായിരുന്നു. അവൻ എന്റെ കൈകൊണ്ട് തന്നെ മരിച്ചത് നന്നായി. ഇവിടെ മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്. ഇവൻ കൊന്ന ഇയാളുടെ പേര് ലാല എന്നാണ്. ഇത്രയും കാലം അവൻ ലാല എന്ന് പറയുന്ന പേര് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ലാലയെ ആദ്യമായിട്ടായിരുന്നു അവൻ കാണുന്നത് തന്നെ. വാസുദേവ് അയാളോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ശരി, പക്ഷേ രാധ എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവളെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അവൾ ഇവിടെ വരാൻ കാരണവും നീ തന്നെയാണെന്നാണ് അയാൾ അവനോട് പറയുന്നത്. വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ആ ലാലയെ കൊന്ന ശേഷം അവൻ രാധയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ 2 സഹോദരന്മാരും ജയിലിലായിരുന്നു. കാരണം ലാലയെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. രാധയെ അവിടെ എങ്ങും കാണാത്ത കാരണം പോലീസ് കോൺസ്റ്റബിളിനോട് അവൻ രാധയെ പറ്റി അന്വേഷിക്കുന്നു. തനിക്ക് ആ പെൺകുട്ടിയെ പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നാണ് അയാൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെയാകട്ടെ മരിച്ചുപോയ ലാലയുടെ സാധനങ്ങൾ അവർ അവിടെ കൊണ്ടുവയ്ക്കുന്നതും അവൻ കാണുന്നുണ്ട്. എന്നാൽ അതിലൊരു പേന കണ്ടിട്ട് അവൻ പോലീസുകാരനോട് പറയുന്നുണ്ട്, ഈ പെൻ ആബിദ് ഷേഖിന്റേതാണെന്ന്. അന്ന് മാസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട് ആബിദ് ഷേഖ്
പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. അത് കേട്ടതും പോലീസുകാരൻ അവനോട് പറയുന്നുണ്ട്, ഇക്കൂട്ടത്തിൽ നല്ലവരായിരിക്കുക ചീത്തയായിരിക്കാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ആ അഭിഷേകിന് വരുന്ന കത്തുകളെല്ലാം നീ എന്റെ അടുത്ത് ഏൽപ്പിക്കണം, അതിനുശേഷം അയാൾക്ക് കൊടുത്താൽ മതി. അവൻ അതിന് സമ്മതം മൂളുന്നു. ആ സമയത്ത് അവന്റെ കയ്യിൽ അഭിഷേകിന് വന്നൊരു കത്തുണ്ടായിരുന്നു. എന്നാൽ അവനത് പോലീസുകാരന് കൊടുക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിൽ എഴുതിയിരുന്നത് ഉറുദു ആയിരുന്നു. ഇതാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ സീനും. മനസ്സിലാക്കാത്ത കാരണം അവൻ ആ ലെറ്ററിൽ ഉണ്ടായിരുന്നതെല്ലാം അതേപോലെ തന്നെ മറ്റൊരു പേപ്പറിലേക്ക് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ആ ലെറ്റർ അഭിഷേകിന്റെ വീട്ടിലിടുകയും ചെയ്യുന്നു. എന്നിട്ട് ഉറുദു അറിയാവുന്ന ഒരാളുടെ കയ്യിൽ ആ പേപ്പർ കൊടുത്തിട്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അയാൾ പറയുന്നുണ്ട്, ഈ മാസം ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. രാധ എന്ന് പറയുന്ന പെൺകുട്ടിയാണത്. പറഞ്ഞ ഡേറ്റ് പ്രകാരം ആ ദിവസം ഇന്നാണ്. ഇത് കേട്ടതും അവൻ ഞെട്ടി. അഭിഷേകിന്റെ ആൾക്കാര് ഇന്ന് രാത്രി രാധയെ തട്ടിക്കൊണ്ടു പോകും. അവൻ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം തന്നെ വേറെന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ആ കോൺസ്റ്റബിൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയാളോട് കാര്യം പറഞ്ഞിട്ട് അവൻ രാധയെ അന്വേഷിച്ചു പോയി. എന്നാൽ അപ്പോഴേക്കും അഭിഷേക് രാധയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അയാൾ അവളോട് പറയുന്നുണ്ട്, നിനക്ക് നല്ല ജോലിയും നിന്റെ സഹോദരന്മാർക്ക് ജോലിയൊക്കെ വേണമെന്നല്ലേ നീ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ നല്ലൊരു ജോലി തരാം. മറ്റുള്ള ആൾക്കാരുടെ കൂടെ കിടക്കുന്നതാണ് നിന്റെ ജോലി. ഗ്രാമത്തിൽ നിന്ന് പെൺകുട്ടികളെല്ലാം തന്നെ ഇവർ സെക്സ് വർക്കിന് വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ വാസുദേവ് അവിടേക്ക് വരികയും രാധയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ ആരോ വന്ന് അവന്റെ വയറ്റിലേക്ക് കത്തികുത്തി കയറ്റുന്നു. അതൊരു സ്ത്രീയായിരുന്നു. ഈ സെക്സ് റാക്കറ്റിന്റെ വലിയൊരു തലവിയായിരുന്നു അവൾ. ഗ്രാമത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പിന്നിലെ തല അവൾ തന്നെയായിരുന്നു. അവൾ വാസുദേവിനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ആൾക്കാരെ എല്ലാം കുടുക്കി. ആ കൈനോട്ടക്കാരിയും ഞങ്ങളുടെ ആള് തന്നെയായിരുന്നു. പോലീസിനെ വിട്ട് നീ അവരെയും പിടിപ്പിച്ചു. ഇനി ഈ നാട്ടിൽ ഒരു പെൺകുട്ടി പോലും ബാക്കി ഉണ്ടാവില്ല. എല്ലാവരെയും ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകും. ഒരുപാട് അടിയും കിട്ടി ഈ കുത്തുവറ്റത്തോടുകൂടി വാസുദേവ് അബോധാവസ്ഥയിലായി. ആ സമയം കൊണ്ട് ഈ അഭിഷേകിന്റെയും സ്ത്രീയുടെയും ആൾക്കാർ ചേർന്നിട്ട് ആ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് വീടുകൾക്ക് തീയിട്ടു. ആൾക്കാരെല്ലാം തീയണയ്ക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അതിനിടയിലെല്ലാം തന്നെ ഇവർ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ തുടങ്ങി. വാസുദേവ് സ്നേഹിക്കുന്ന സത്യയുടെ വീട്ടിൽ വന്നിട്ട് സത്യയുടെ അച്ഛനെ ആക്രമിച്ച ശേഷം സത്യയും അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ വാസുദേവിന് ബോധം വന്നു. ഇവനാകട്ടെ ഇവരുടെ വണ്ടിയെ ഫോളോ ചെയ്ത് അവരുടെ പിറകെ കൂടി. ആ വണ്ടി അവൻ ആക്സിഡന്റ് ആക്കുകയും അതിലുണ്ടായിരുന്ന പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ്. ഒരുപാട് പെൺകുട്ടികളെ അവൻ രക്ഷപ്പെടുത്തി. രാധയ്ക്ക് ഒരുപാട് പരുക്കുകൾ പറ്റിയിരുന്നു. അവളെ എടുത്തുകൊണ്ട് അവൻ പോകുന്ന വഴിക്കാകട്ടെ ആ സ്ത്രീ അവനെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്. രാധയ്ക്കും വാസുദേവിനും വെടിയേറ്റു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഇവർ രണ്ടുപേരും മരണപ്പെട്ട വിവരം നാട്ടുകാർ അറിയുന്നതും വാസുദേവിന്റെ മൃതദേഹത്തിന്റെ മുന്നിലിരുന്ന് സത്യ കരയുന്നതുമാണ്. ആ സെക്സ് റാക്കറ്റിൽപ്പെട്ട ആൾക്കാരെയെല്ലാം നാട്ടുകാർ പിടിച്ചു കെട്ടിയിരുന്നു. ഈ കഥകളെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് വാസുദേവ്. പെട്ടെന്ന് അയാൾ വാസുദേവിനെ തള്ളുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ഗുരുനാഥത്തിന്റെ മകൾക്ക് 2 കുട്ടികൾ ജനിച്ചിരിക്കുന്നതാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാകുന്നത്. ഈ 2 കുട്ടികളും രാധയുടെയും വാസുദേവിന്റെയും പുനർജന്മമാണ്. അവർ ഇത്രയും നേരം നിന്നിരുന്ന ഈ മുറിയുണ്ടല്ലോ, അത് ശരിക്കും ജാനകിയുടെ ഗർഭപാത്രമായിരുന്നു. അതിനുള്ളിൽ കിടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് വാസുദേവ് ആ ചെറിയ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഗുരുനാഥനെ കണ്ടതും. അറിഞ്ഞോ അറിയാതെയോ വാസുദേവ് കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാനും അതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കാനും കൂടി വേണ്ടിയാണ് അവൻ ഇപ്പോൾ പുനർജനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജന്മം അവന് രാധയെ ഒരു രീതിയിലും തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾക്കും അവനും അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരനായി. അതുകൊണ്ട് ഇത്തവണ രാധ അവന്റെ സഹോദരിയായി ജനിച്ചിരിക്കുന്നു. മാത്രമല്ല വാസുദേവിന്റെ നായ ഇടയ്ക്കിടയ്ക്ക് ജാനകിയുടെ വീട്ടിലേക്ക് വരികയും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇവനോട് ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും കഥകൾ പറഞ്ഞു കൊടുത്തതും എല്ലാം തന്നെ ദൈവമായിരിക്കാം. അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.